സ്വപ്ന ബേബി, സ്വപ്ന. എന്തോടി? എന്നാലും ഗോപാൽജിക്ക് സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്നോട് പറയാൻ എങ്ങനെ മനസ്സ് വന്നു? ഒന്നുമില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ പേരെക്കുട്ടി ചുമക്കുമല്ലേ. എനിക്ക് സഞ്ജുവേട്ടനോടുള്ള സ്നേഹത്തിന് ഗോപാൽജി വിലയിടാൻ നോക്കി. പക്ഷെ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്റെ സഞ്ജുവേട്ടനാണെന്ന് ഗോപാൽജി അറിയാതെ പോയി. അയ്യോ, സഞ്ജുവേട്ടനപ്പോ വന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയത് എന്റെ ഭാഗ്യമാ. എന്തു പറ്റി സഞ്ജുവേട്ടാ? എന്ത് വിഷമമുള്ള പോലെ തോന്നുന്നു? ഇല്ല മോളെ, എനിക്കിപ്പോ വല്ലാത്ത സന്തോഷാ തോന്നുന്നേ. നീ ഡാഡിയെ കാണാൻ പോയില്ലേ? അവിടെ എന്താ ഉണ്ടായെന്ന് അറിയോ? എനിക്കെല്ലാം അറിയാം. നീ ഡാഡിയോട് സംസാരിച്ചൊക്കെ ഞാൻ അകത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാ? സഞ്ജുവേട്ടന് എന്നെ വിശ്വാസം ഇല്ലായിരുന്നോ? അതല്ല മോളെ, നീ എത്ര നല്ല ഭാര്യയാണെന്ന് ഡാഡിയെ കാണിച്ചു കൊടുക്കാനുള്ള ഒരവസരമാണതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ ആ നാടകത്തിന് കൂട്ടുനിന്നത്. എന്തായാലും നീ ഡാഡിയുടെ മുന്നിൽ എന്റെ മുഖം രക്ഷിച്ചു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് അവർക്കും അംഗീകരിക്കേണ്ടി വന്നു. ഞാൻ ഒരിക്കലും നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കും മോളെ. സാരമില്ല സഞ്ജുവേട്ടാ, ഇനിയെങ്കിലും സഞ്ജുവേട്ടൻ എന്റെ സ്നേഹത്തെ സംശയിക്കാതിരുന്നാൽ മാത്രം മതി. അതെന്നെ അപമാനിക്കുന്നതിന് തുല്യവാ. ഒരിക്കലും ഇല്ല മോളെ. ഇനി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ സംശയിക്കില്ല. സഞ്ജുവേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആവാൻ നോക്ക്. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ശരി മോളെ. സഞ്ജു നിന്നെ ഇപ്പൊ കണ്ണടച്ചാ വിശ്വസിക്കുന്നത്. ഇതുപോലെ തന്നെ ഗോപാൽജിയുടെ വീട്ടിലുള്ളവരുടെ വിശ്വാസവും പിടിച്ചു പറ്റിയും ആ വീട്ടിൽ കയറണം.